നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളുടെ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടെ ആ മണൽപ്പുറത്ത് ആ പ്രദേശത്ത് ശിവക്ഷേത്രവും ബ്രഹ്മാവിന്റെ ക്ഷേത്രവും നവാമുകുന്ദന്റെ ക്ഷേത്രവും കൂടി നിൽക്കുന്ന ആ മണൽപ്പുറത്ത് നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മഹാ ആഘോഷം എന്താണ്? നമ്മളുടെ ദേശീയതയുടെ തന്നെ ഒരു ആഘോഷമാണ്. എന്താണ് ഈ ദേശീയ പതാകയിൽ കാണുന്നത്? എന്താണ് ഹരിതകം? ഹരിതകമാണ് ഇതാ ഈ പച്ച. ഈ പച്ച എന്ന് പറയുന്നത് ഹരിതകം, അതായത് ഭാരതത്തിലെ ഹരിതകം, കൃഷി തുടങ്ങിയ ഹരിതക വൃക്ഷങ്ങൾ തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നതാണ്. വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സമാധാനമാണ്, നമ്മളുടെ ഭാരതത്തിലെ സമാധാനം. എന്നാൽ ഈ കുങ്കുമവർണം എന്താണ്? ഈ വർണ്ണം എന്താണ്? ഇതാണ് നമ്മളുടെ ഭാരതത്തിലെ സന്യാസ പരമ്പരയുടേതാണ്. അല്ലാതെ ഇതൊന്നും പ്രത്യേക മതങ്ങളുടേതല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് നിന്നു പോയിട്ടുള്ള മാമാങ്കം വീണ്ടും പുനഃസ്ഥാപിച്ച് കുംഭമേള എന്ന രീതിയിൽ ഇപ്പോൾ അവിടെ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഘോഷത്തിൽ എല്ലാവരും പങ്കുചേരണം. പങ്കുചേർന്നാൽ മാത്രമേ നമുക്ക് ഇത് പിന്നെ ഒരിക്കലും പങ്കുചേരാൻ കഴിയില്ല. അപ്പോൾ മറക്കാതെ എല്ലാവരും പങ്കുചേരുക. അവിടെ വളരെ നല്ല സ്വീകരണമാണ്, വളരെ സമാധാനമായ അന്തരീക്ഷമാണ്, നല്ല സ്നേഹമുള്ളവരാണ് അവിടെ വരുന്നതും എല്ലാവരും പോകുന്നതും. അവിടെ മഹാസന്യാസിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് പോയി ദർശിച്ച് കണ്ട് അവിടെ ആ മണ്ണിലൊന്ന് കാല് കുത്തിപ്പോരുക എന്നത് ഒരു അനുഗ്രഹീയ കാര്യമാണ്. മറക്കാതിരിക്കുക സ്നേഹപൂർവ്വം. അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം എന്നല്ല കേട്ടോ നടക്കുന്നത്. അവിടെ ഒരു രാഷ്ട്രീയവുമില്ല, ഒരു മതവുമില്ല. അവിടെ നടക്കുന്നത് നമ്മളുടെ കേരളത്തിൽ ഏറ്റവും വലിയ ആഘോഷമാണ് നടക്കുന്നത്. ആ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ സന്യാസ പരമ്പര എന്ന് പറഞ്ഞ സന്യാസികൾക്ക്, ഭാരതത്തിൽ പണ്ടുള്ള സന്യാസികൾക്ക് പ്രത്യേക മതവിഭാഗത്തിലൊന്നല്ല. അപ്പം മതവും കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലെ ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു 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 രീതിയായിരുന്നു സന്യാസം എന്ന് പറയുന്നത്. ആ സന്യാസ പരമ്പര, അതായത് ആത്മീയത, ആ രീതിയിലുള്ള കാര്യങ്ങൾ സംരക്ഷിച്ചു പോരാൻ വേണ്ടി കൂടിയാണ് ഇതൊക്കെ. അല്ലാതെ ഈ സന്യാസിക്ക് പ്രത്യേക മതങ്ങളും കാര്യങ്ങളൊന്നും പണ്ട് ഇന്ത്യ രാജ്യത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, പ്രത്യേക മതത്തിന് വേണ്ടിയുള്ളതല്ല. ഇതൊരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, പടച്ചവനോടുള്ള, അള്ളഹാനോടെന്ന് പറയുക, സർവേശ്വരനോടെന്ന് പറയുക, കർത്താവിനോടെന്ന് പറയുക, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും നന്മ വരാൻ വേണ്ടി ഓം ഭൂർഭൂർവസ്യ തത് സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഭംഗിയായി പങ്കെടുക്കുക. സന്യാസിമാരെയൊക്കെ ഒന്ന് കാണുക, നേരിട്ട് കാണുക, എല്ലാം അനുഗ്രഹങ്ങളും വാങ്ങുക. എല്ലാം ശുഭമായി വരട്ടെ.